ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ വിലയേറിയ പ്രഭാതത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് പകലും പ്രാർത്ഥനയോടെ ദൈവമുഖത്തേക്ക് നോക്കുവാൻ നമ്മുടെ ആയുസ്സിലൊരവസരം കൂടെ കർത്താവ് നൽകി തന്നിരിക്കുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ വിശ്വസ്തത വലുതാണ്. ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി 5-ാം സങ്കീർത്തനം 11-ാം വാക്യം വായിക്കുന്നു. സങ്കീർത്തനങ്ങൾ 5:11. എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവർ എല്ലാവരും സന്തോഷിക്കും. നീ അവരെ പാലിക്കുന്നത് കൊണ്ട് അവർ എപ്പോഴും ആനന്ദിച്ചാർക്കും. നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിക്കും. പ്രിയരെ, ഈ സങ്കീർത്തന വാക്യത്തിൻ്റെ നന്മകൾ പ്രാപിക്കേണ്ടതിന് ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുകയും ദൈവം നമ്മെ ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. നിശ്ചയമായിട്ടും കർത്താവ് നമ്മോടുകൂടെ ഇരിക്കുന്ന ദൈവ പ്രവൃത്തി കാണുവാൻ കഴിയുന്ന ഒരു നല്ല പകലാക്കി ഈ പകൽ ദൈവം നമുക്ക് വേണ്ടി തീർത്തു തരും. ഈ വാക്യത്തിനകത്ത് സങ്കീർത്തനക്കാരൻ ദൈവത്തെക്കുറിച്ച് പറയുകയാണ്. ദൈവത്തെ ശരണം പ്രാപിക്കുന്നവർ, ഒന്നാമത്തെ കൂട്ടരവരാണ് ദൈവത്തെ ശരണം പ്രാപിക്കുന്നവർ. ജീവിതത്തിൽ എല്ലാ സമയങ്ങളിലും ദൈവത്തെ ശരണം പ്രാപിക്കുന്നവരാണോ? ദൈവമുഖത്തേക്ക് നോക്കുന്നവരാണോ നിങ്ങൾ? ഈ വാക്യം പറയുന്നത് അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ദൈവം ചിലത് ചെയ്യും. എന്താ ദൈവം ചെയ്യുന്നത്? ആരാണോ ദൈവത്തിൽ ശരണം പ്രാപിക്കുന്നത്, അഭയം പ്രാപിക്കുന്നത്, ആശ്രയിക്കുന്നത്, അങ്ങനെയുള്ളവർ സന്തോഷിക്കുവാനിടയായി തീരും. ആമേൻ. ഈ രാവിലെ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾക്കകത്ത് സന്തോഷം അസ്തമിച്ചു പോയ അനുഭവത്തിലാണോ നിങ്ങളായിരിക്കുന്നത്? നിശ്ചയമായിട്ടും സന്തോഷകരമായൊരു ജീവിതം നയിക്കേണ്ടതിന് ഈ വാക്യത്തിനകത്ത് പറയുന്ന നടപടി ഇതാണ്: ദൈവത്തിൽ ശരണം പ്രാപിക്കുക. ആമേൻ. ഈ രാവിലെ അങ്ങനെ തന്നെ നമുക്കായിത്തീരാമോ? എല്ലാ വിഷയങ്ങൾക്കകത്തും എല്ലാ കാര്യങ്ങൾക്കകത്തും സർവശക്തനായ ദൈവത്തിൽ ശരണം പ്രാപിക്കുക. നമുക്കറിയാം, ചില സമയങ്ങളിലെങ്കിലും മനുഷ്യരിലും സുഹൃത്തുക്കളിലും രക്തബന്ധങ്ങളിലുമൊക്കെ നമ്മൾ ശരണം പ്രാപിക്കാറുണ്ട്, അഥവാ ആശ്രയിക്കാറുണ്ട്. എന്നാൽ ആ സന്ദർഭങ്ങളിലൊക്കെ നിരാശപ്പെട്ടു പോയിട്ടുള്ള സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ വാക്യം പറയുന്നത് ദൈവത്തിലൊരു മനുഷ്യൻ ശരണം പ്രാപിച്ചാൽ നിശ്ചയമായിട്ടും ദുഃഖങ്ങൾ മാറി, വേദനകളും അസ്വസ്ഥതകളും മാറി, അവന്റെ ജീവിതം പതുക്കെ പതുക്കെ സന്തോഷത്തിലേക്ക് വരുവാനിടയായി തീരും. ഇന്ന് പകൽ ദൈവത്തിൽ ശരണം പ്രാപിച്ച് സന്തോഷം അനുഭവിക്കേണ്ടതിന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ. താഴോട്ട് എഴുതിയിരിക്കുന്നു, നീ അവരെ പാലിക്കുന്നത് കൊണ്ട് പാലിക്കും. ആരെയാ ദൈവം പാലിക്കുന്നത്? ശരണം പ്രാപിക്കുന്നവരെ. ആമേൻ. ഈ രാവിലെ നിശ്ചയമായിട്ടും ദൈവികമായ പരിപാലനം കൊതിക്കുന്ന, ജീവിതത്തിൽ സന്തോഷിക്കണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊക്കെ ഈ വാക്യം ആവശ്യപ്പെടുന്നത് ദൈവത്തിൽ ശരണം പ്രാപിക്കുക എന്നുള്ളത്. അപ്പോൾ ദൈവത്തിൽ ശരണം പ്രാപിക്കുന്നവർ സന്തോഷമുള്ളവരായി മാറും. മാത്രമല്ല, ദൈവം അവരെ പരിപാലിക്കും. ആമേൻ. എന്നിട്ട് താഴോട്ടെഴുതി, അതുകൊണ്ട് അവർ എന്ത് ചെയ്യും? എപ്പോഴും ആനന്ദിച്ചാർക്കും. ആനന്ദിച്ചാർക്കുക. മാറ്റമില്ലാത്ത നിലനിൽക്കുന്ന സന്തോഷത്തിന്റെ ആഴങ്ങളിലേക്ക് അഥവാ ആനന്ദത്തിലേക്ക്
വരുവാൻ കഴിയണമെങ്കിൽ ദൈവത്തിൽ ശരണം പ്രാപിക്കണം. ദൈവത്തിൽ ശരണം പ്രാപിക്കുന്നവർ സന്തോഷം കണ്ടെത്തും. ദൈവത്തിൽ ശരണം പ്രാപിക്കുന്നവരെ ദൈവം പരിപാലിക്കും. അങ്ങനെയുള്ളവർക്ക് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആനന്ദിച്ച് ആർക്കുവാനായി കഴിയും. നമുക്കറിയാം, ആനന്ദം കണ്ടെത്തേണ്ടതിന് പലതിലും ആശ്രയിക്കുന്ന ഒരു വലിയ സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട്. ലഹരി പദാർത്ഥങ്ങളിലും അതുപോലെ ലോകത്തിൽ കാണുന്ന മറ്റ് ഇതര കാര്യങ്ങളിലുമൊക്കെ ആനന്ദത്തിന് വേണ്ടി ആശ്രയിക്കുന്നവരുണ്ട്. നൈമിഷികമായ നിമിഷങ്ങൾ മാത്രം ജീവനുള്ള ആനന്ദം ഒരുപക്ഷെ കണ്ടെത്തുവാൻ കഴിയുമായിരിക്കും. എന്നാൽ പലപ്പോഴും ഇന്ന് സന്തോഷം നൽകിത്തരുന്ന പലതും നാളുകളിൽ ഭയാനകമായ വേദനയ്ക്കും തകർച്ചയ്ക്കും മാരക രോഗങ്ങൾക്കുമൊക്കെ കാരണമായി തീരും. ഈ വാക്യം എഴുതിയിരിക്കുന്നത് ആനന്ദിച്ച് ആർക്കാൻ കഴിയണമെങ്കിൽ ദൈവത്തിൽ ശരണം പ്രാപിക്കുവാൻ കഴിയണം. ആമേൻ. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? ദൈവത്തിൽ ശരണം പ്രാപിച്ചാൽ അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുവാനായി കഴിയും. ദൈവം അവരെ പരിപാലിക്കുവാനായി തുടങ്ങും. മാത്രമല്ല, ബൈബിൾ പറയുന്നത് അവർ ആനന്ദിച്ച് ആർക്കും. എന്നിട്ട് എഴുതിയിരിക്കുന്നു, നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിക്കും. ആമേൻ. നാമത്തെ സ്നേഹിക്കുക, യേശുവിൻ്റെ നാമത്തെ സ്നേഹിക്കുക. ആമേൻ. അങ്ങനെ ചെയ്താൽ ബൈബിൾ പറയുന്നു, അവർ എന്ത് ചെയ്യുമെന്നറിയാമോ? നിന്നിൽ ഉല്ലസിക്കും. ആമേൻ. രണ്ട് കൂട്ടരെയാണ് എഴുതിയിരിക്കുന്നത്, ശരണം പ്രാപിക്കുകയും നാമത്തെ സ്നേഹിക്കുകയും ചെയ്യുന്നവർ. അങ്ങനെയുള്ളവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചാണ് ഈ വാക്യത്തിനകത്തുനിന്ന് വായിച്ചത്. ദൈവത്തിൽ ഉല്ലസിക്കുവാനിടയായി തീരും. ഉല്ലസിക്കുവാൻ. ആമേൻ. നമുക്കറിയാം, വളരെ പ്രതീക്ഷയോടെ നമ്മൾ നോക്കിക്കണ്ട പലതും, വളരെ സ്നേഹത്തോടെ നെഞ്ചോട് ചേർത്ത് വെച്ച പലതും എൻ്റേതാണ്, എനിക്ക് ഉണ്ട് എന്നൊക്കെ അഭിമാനത്തോടെ നമ്മൾ ഒരു നാളിൽ കരുതുകയും പറയുകയും ഒക്കെ ചെയ്തിരുന്നത് പിന്നത്തതിൽ നമ്മുടെ ജീവിതത്തിൽ വേദനാജനകമായി മാറുമ്പോൾ വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, ഈ നാമത്തെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ അത് ഉല്ലാസത്തിന് കാരണമായി തീരും. ഞാൻ ഒരിക്കൽ കൂടെ ഈ വാക്യം മുഴുവനായി ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ശരണം പ്രാപിക്കുന്നവർ സന്തോഷിക്കും. ശരണം പ്രാപിക്കുന്നവരെ ദൈവം പാലിക്കും. ശരണം പ്രാപിക്കുന്നവർ ആനന്ദിച്ച് ആർക്കാനായി തുടങ്ങും. അവസാനം എഴുതിയിരിക്കുന്നത്, നാമത്തെ സ്നേഹിക്കുന്നവർ ഉല്ലസിക്കുന്നവരായി മാറും. പ്രിയരെ, ദുഃഖങ്ങൾ മാറിപ്പോകുന്ന, വേദനകൾ അലിഞ്ഞില്ലാതായിത്തീരുന്ന, ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന, ദൈവസ്നേഹം അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു നല്ല ദിവസമായി തീരട്ടെ. ദൈവത്തിൽ നമുക്ക് ശരണം വയ്ക്കാമോ? ദൈവത്തിൽ നമുക്ക് ആശ്രയം വയ്ക്കാമോ? ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, വിലയേറിയ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. തിരുസാന്നിധ്യം ഇന്ന് പകലും ഉള്ളതുകൊണ്ട് നന്ദി. ദൈവത്തിൽ ശരണം പ്രാപിക്കുവാൻ, ദൈവനാമത്തെ സ്നേഹിക്കുവാൻ ഈ സന്ദേശം കേൾക്കുന്ന സകലരെയും ദൈവം സഹായിക്കണമേ. ഇത് സന്തോഷിക്കുവാൻ കഴിയുന്ന പകലാകട്ടെ. ദൈവിക പരിപാലനം അനുഭവിക്കുവാൻ കഴിയുന്ന, ആനന്ദിച്ചാർക്കാൻ കഴിയുന്ന, ഉല്ലസിക്കുവാൻ കഴിയുന്ന ദൈവപ്രവൃത്തിയുടെ പകലായി തീരുന്നത് കൊണ്ട് നന്ദി. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നത് കൊണ്ട് സ്തോത്രം. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആമേൻ.